ഹലോ, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലിപ്സ്റ്റിക്കിനെ കുറിച്ചാട്ടോ. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ആ ചിലർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരിക്കും ലിപ്സ്റ്റിക്ക്. വേറെ എന്തൊരു സംഭവം ഇല്ലെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു എന്നാ പറയണ്ടേ ചേഞ്ച് ഉണ്ടാകും. അടിപൊളിയായിരിക്കും ലിപ്സ്റ്റിക്ക് ഇട്ടാൽ കേട്ടോ. ചിലർക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമാണ്, ചിലർക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമല്ല. ആക്ച്വലേ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലിപ്സ്റ്റിക്കിനെ കുറിച്ച് കേട്ടോ. ഇത് ഞാൻ റീസെൻ്റായിട്ട് മേടിച്ച 2 ലിപ്സ്റ്റിക്കാണ്, സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഭയങ്കര എന്നാ പറയണ്ടേ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ മുഖത്തൊന്നും ചെയ്തില്ലെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു എന്നാ പറയണ്ടേ എന്തോ ഒരു രസമാണ് ലിപ്സ്റ്റിക്ക് ഇട്ട് നമ്മുടെ ഫേസിനെ തന്നെ മാറ്റും. അങ്ങനെയുള്ളൊരു സംഭവമാണ് ലിപ്സ്റ്റിക്ക്. ചിലർക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമുണ്ട്, ചിലർക്ക് ഇഷ്ടമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇത് ഞാൻ റീസെൻ്റായിട്ട് മേടിച്ച ലിപ്സ്റ്റിക്ക് കേട്ടോ. രണ്ടും സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്. പിൽഗ്രിമിൻ്റെ 2 ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. രണ്ടും ഏകദേശം ഒന്നിൻ്റെ ഡാർക്ക് കളറും ഒരെണ്ണം അതിൻ്റെ ചെറിയൊരു ലൈറ്റ് കളറും അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് പിൽഗ്രിമിൻ്റെ മാറ്റ് മീ അപ്പ് എന്ന് പറയുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണ് 495 രൂപ എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത് കേട്ടോ. പക്ഷേ ഇതെനിക്കൊരു ഓഫറിൽ 2നും കൂടി എന്തോ ഒരു 2 എണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഓഫർ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 700 സംതിങ് രൂപയ്ക്കാണ് എനിക്കിത് 2 എണ്ണം കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇതിനകത്ത് എഴുതിയേക്കുന്നത് മാറ്റ് മീ അപ്പ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് കേട്ടോ. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് എഴുതിക്കൊണ്ട് ക്രുവൽറ്റി ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. FDA അപ്രൂവ്ഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. നോ ടോക്സിക് 20 കെമിക്കൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. നോ പാരബൻസ്, നോ സൾഫേറ്റ്, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കുറേ സംഭവങ്ങൾ കേട്ടോ. പിന്നെ ഇത് ഓൾ ഡേ റിച്ച് മാറ്റ് കളറാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, ഹൈഡ്രേറ്റിംഗ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞത് കറക്റ്റാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ഇട്ടാൽ വൈകുന്നേരം ആയാലും ഏകദേശം അതേപോലെ അതിൻ്റെ ഒരു 75% അതേപോലെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാവിലെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോഴും അതിൻ്റെ രാവിലെ ഇട്ടിട്ട് പോയതിൻ്റെ ഏകദേശം ഒരു 75% നമ്മുടെ ലിപ്സിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്, ഹൈഡ്രേറ്റിംഗ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ചില ലിപ്സ്റ്റിക്ക് നമ്മൾ ഇടുമ്പോഴത്തേന് നമ്മുടെ എന്നാ പറയണ്ടേ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും ചില ലിപ്സ്റ്റിക്ക്. പക്ഷേ ഇത് അങ്ങനെ ഒന്നുമല്ല, ലൈറ്റ് വെയിറ്റ് ആണ്, അടിപൊളിയാണ്. എനിക്കിതിന് ഒരു കുറ്റവും തോന്നിയില്ല കേട്ടോ. ഞാനിത് കുറച്ച് ദിവസമായി ഇത് യൂസ് ചെയ്യുന്നു, ഇതുവരെ എനിക്കൊരു കുറ്റവും തോന്നിയിട്ടില്ല. അപ്പം ഫസ്റ്റ് ഞാൻ മേടിച്ച ഷെയ്ഡെന്ന് പറയുന്നത് 08 ഫ്ലർട്ടി റോസ്. ഇത് ഒരു ഇതിൽ വരുന്ന 3 ml ഇത് കേട്ടോ. ഒരെണ്ണം 3 ml ആണ് വരുന്നത്. 08 ഫ്ലർട്ടി റോസ്, അതാണ് ഫസ്റ്റത്തെ ഷെയ്ഡ്. സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് 26 സെക്സി സ്കാർലറ്റ്. ഇതും 3 ml ആണ് കേട്ടോ വരുന്നത്. ഈ 2 ലിപ്സ്റ്റിക്കാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇതിന് കുറേ ഷെയ്ഡ്സൊക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മേടിക്കാം. ഞാൻ വന്നപ്പം രണ്ടും ഏകദേശം ഒരെണ്ണം ഡാർക്കും ഒരെണ്ണം ലൈറ്റുമാണ്. സെയിം കളറിൻ്റെ ഡാർക്കും ലൈറ്റും കളറാണ് കേട്ടോ ഇത് രണ്ടും. ഏകദേശം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ മേടിക്കുമ്പം ഓരോരുത്തരുടെ ലിപ്സിലും അത് വേറെ വേറെ കളർ ചേഞ്ച് ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇതേ സംഭവം ഞാനിടുമ്പോഴും വേറൊരാളിടുമ്പോഴും വേറെ വേറെ കളറായിരിക്കും ചിലപ്പം. ഓരോരുത്തരുടെ ഫേസിൻ്റെ കളർ അനുസരിച്ചും ആക്ച്വൽ എന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഫേസിൻ്റെ കളർ അനുസരിച്ചും ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ അതൊക്കെ അനുസരിച്ച് ഇത് കളറ് മാറും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്ന കളറായിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾ ഇട്ടിട്ട് കാണുമ്പോൾ ഉള്ള കളറ്. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ചിലതിനകത്തൊക്കെ ലൈവായിട്ട് നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കൊന്ന് ഇത് ഏകദേശം എല്ലാവർക്കും ചേരുന്ന കളറാണ്. മീഡിയം ടു ഫെയർ അങ്ങനെയുള്ളവർക്കൊക്കെ ചേരുന്ന കളറാണ് എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഇത് നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ തുറന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്ലർട്ടി റോസ് തുറന്ന് നോക്കാം. അതിങ്ങനെ ഒരു പാക്കേജിങ് ആട്ടോ വരുന്നത്. ഇത് ഞാൻ ഓൾറെഡി
നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അതിനകത്തെടുത്ത് അടച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ്, ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് കളറ്. പിങ്കാണോ? അങ്ങനെ ഒരു കളറ് കേട്ടോ. ഇതിൻ്റെ കളറൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അപ്പം അത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്ററാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ കാണാമോ? അപ്പം അത് ഞാനിങ്ങനെ സ്വാച്ച് ചെയ്ത് കാണിക്കാതെ. ആക്സൽ അടങ്ങിയിരിക്കടാ. ആക്സൽ എന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ ഒന്ന് ചെയ്യാൻ. ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ലിപ്സിൽ ഇട്ട് കാണിക്കാം, അന്നേരമായിരിക്കും കറക്റ്റ് മനസ്സിലാവുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡായ ഫ്ലേർട്ടി റോസ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. അപ്പം കുറച്ചെടുത്താൽ മതി. നമ്മൾ കുറച്ചെടുക്കുവാണെങ്കിൽ അതൊരു മീഡിയം കളറിലിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഡാർക്ക് കളറായിട്ടിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഫോണിൽ തന്നെ നോക്കിയിട്ടാണ് ഇത് ഇടുന്നത്, അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നൊന്നുമില്ല. ആക്സൽ അതിനിടയ്ക്ക് പുറകിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ, എന്തൊക്കെയോ കുരുത്തക്കേടുകളൊക്കെ, മണ്ണെടുത്തെറിയോ കല്ലെടുത്തെറിയോ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു വിധത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്താ പറയണ്ടേ, അധികം ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്, ഭയങ്കര ഡാർക്ക് ഷെയ്ഡല്ല. എല്ലാവർക്കും ഏകദേശം ചേരുന്ന ഒരു കളറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഫെയർ സ്കിന്നുള്ള ഒരാളല്ല, മീഡിയം സ്കിന്നുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഏകദേശം കുറച്ച് ചേരുന്നുണ്ട്, അല്ലാണ്ട് വാഷ് ഔട്ട് ആവുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ അല്ലെങ്കിൽ എന്താണ് ഒരു ലിപ് ലൈനർ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചേരാത്തവർക്കും ചേരും അറിയുന്നേടാ. ആക്ച്വലി ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. എന്താ പറയണ്ടത്, കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ വേറെ ഒരു മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ സ്കിന്നാണ്, ഒന്നും യൂസ് ചെയ്യാതെ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് കേട്ടോ. ഭയങ്കര നല്ല കളറാണ്, ഈ ലൈറ്റ് കളറാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഡാർക്കാണ് ഇനി ഇതിൻ്റെ മറ്റത്. ഉണ്ട്, നല്ല ഡ്രസ്സില്ലേ, നല്ല മാറ്റ് ഫിനിഷാണ്. നമ്മളുടെ ഡ്രൈ ആക്കുകയോ ഒന്നുമില്ല. ഇത് ഭക്ഷണം കഴിച്ചാൽ പോലും ഇത് കുറച്ച് പോകുന്നതല്ലാണ്ട് ഇതിൻ്റെ ഒരു കളർ എന്തായാലും അവിടെ തന്നെ കാണും. മാമൻ കഴിക്കുമ്പോഴൊന്നും പോവില്ല കേട്ടോ. മാമൻ കഴിക്കുമ്പോഴൊന്നും പോകത്തില്ല. അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോഴും ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഒരു കുറ്റം പറയാൻ എനിക്ക് ഒന്നും തോന്നിയില്ല കേട്ടോ. അടിപൊളി കളറ്, അടിപൊളി മാറ്റ് ഫിനിഷാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, പിന്നെ ഡ്രൈയിങ് എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം കണ്ടോ, ആക്സല് കല്ല് പെറുക്കി എറിയുവാണ് കേട്ടോ. ഫോൺ പൊട്ടിക്കുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല ആക്സല്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം. ഈ ലിപ്സ്റ്റിക് കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇത്രയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇത് വെച്ചിട്ട് തുടച്ചിട്ടാണ്, ഈ വൈപ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. എന്നിട്ട് തന്നെ അത് പോകുന്നില്ല. ഞാൻ കുറേ ഇട്ട് ഉരച്ചിട്ടാട്ടോ അത് പോകുന്നത്. അത്രയ്ക്കും ഇത് ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ ഉരച്ച് നോക്കിയാൽ പോലും ഇത് പോകത്തില്ല. അത്രയ്ക്കും ട്രാൻസ്ഫർ പ്രൂഫാണ്. അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 26 സെക്സി സ്കാർലറ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് കേട്ടോ ഇത്. അപ്പം ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, നേരത്തെ ഡാർക്ക് ഷെയ്ഡാണിത്. ആക്സിലിൻ്റെ കയ്യിൽ കാണിച്ചു കൊടുക്കുക, എല്ലാവരെയും കാണിച്ചു കൊടുക്കുക. അതിന് പൊക്കോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം നേരത്തേനെക്കാട്ടിയും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡാട്ടോ. ഞാൻ മിററിലാണ്ട് ഫോണിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല. അടിപൊളി ഒരു ഡാർക്ക് ഷെയ്ഡാണിത്. എല്ലാവർക്കും ചേരുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. നേരത്തേൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണിത്. കണ്ടോ, അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ.
നേരത്തെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷെയ്ഡാണ്. അടി കിട്ടണോ ആക്സിലിന്? ഈ ആക്സിൽ എന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. ആ, നേരത്തെക്കാട്ടിയും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണിത്. ഡെയിലി യൂസിന് വേണമെങ്കിൽ നമുക്ക് മറ്റത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിന് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇത് നമ്മുടെ ഫേസിനെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് കൂടെ നമ്മുടെ ഫേസിനെ കുറച്ച് ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. അടിപൊളി കളറാണ്. ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് കണ്ടപ്പം ഈ 2 എണ്ണം മേടിച്ചതേ ഉള്ളൂ. ബാക്കിയെല്ലാം കൂടെ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ പിൽഗ്രിമിൻ്റെ ഈ ലിപ്സ്റ്റിക്കുകൾ മേടിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് മേടിച്ചു കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. അപ്പം നമുക്ക് അടുത്തുനിന്ന് കാണുന്നതിനെക്കാട്ടിയും അകലേന്ന് കാണുമ്പോഴാണ് തോന്നുന്നു കുറച്ചും കൂടെ മനസ്സിലാവുന്നത് അല്ലേ. നല്ല ഷെയ്ഡാട്ടോ. എന്താണ് നമ്മുടെ ലിപ്സിൽ എന്തെങ്കിലും ഇട്ടതായിട്ട് തോന്നുന്ന പോലുമില്ല. അത്രയ്ക്കും ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. എൻ്റെ നല്ല ഡാർക്ക് ലിപ്സാണ് എൻ്റെ, എന്നിട്ട് പോലും അത് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട് ലിപ്സ്റ്റിക്ക്. കുറച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത്രയ്ക്കും ഡാർക്ക് ആകണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മീഡിയം ആയിട്ടുള്ള കളർ കിട്ടും. അല്ലെങ്കിൽ കറക്റ്റ് ഈ ഒരു കളർ കിട്ടണമെങ്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറ്. എന്താ കണ്ടോ, ഇതെല്ലാവർക്കും ഉറപ്പായിട്ടും ചേരും ഈ കളറ്. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട്, മറ്റത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ചിലപ്പം ചിലർക്ക് എന്താണ് വാഷ് ഔട്ട് ആകുമായിരിക്കും. പക്ഷേ എനിക്കത് കുഴപ്പമില്ല. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. 26 എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേതിനേക്കാൾ ഈ 2 എണ്ണത്തിൽ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. എനിക്ക് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടം. എന്താണ് ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഇതും കൂടെ കാണിക്കാൻ കിട്ടും. ഇതിൻ്റെ കളറ് വരുന്നത് ഇങ്ങനെയാണ്. കളയാൻ തോന്നുന്നില്ല. ഞാൻ മറ്റേ പടം കാണിക്കും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, രണ്ടും ഏകദേശം ഒരേ കളർ തന്നെയാണ്. ഒന്ന് കുറച്ച് ലൈറ്റും മറ്റേത് കുറച്ച് ഡാർക്ക് ഷെയ്ഡും ആണെന്നേ ഉള്ളൂ. ഏകദേശം ഒരേ കളർ തന്നെയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ലിപ്സിലിടുമ്പം ചെറിയൊരു വ്യത്യാസം കാണും, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇത് ഓഫറിലുണ്ടായിരുന്നു. ഇപ്പം ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. എന്താണ് ഇതിന് ഒരെണ്ണത്തിന് 495 രൂപ എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നതെങ്കിലും ഓഫറിലുണ്ട്. ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇനി എനിക്ക് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഈ ഷെയ്ഡിൻ്റെ എന്താണ് ഫ്ലേർട്ടി റോസിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് സെക്സി സ്കാർലറ്റ്. എന്താണ് ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. അതിൻ്റെ കുറച്ച് ഡാർക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് ഇത് മേടിക്കാം. എനിക്കിതിനകത്ത് ഈ ഡാർക്ക് സെക്സി സ്കാർലറ്റാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്നൊരു കളറാണത്. മറ്റത് കുറച്ച് ലൈറ്റ് കളറാണ് കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡെയിലി യൂസിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.